ജോൺ പോൾ മാർപ്പാപ്പയാണിത് തുടങ്ങിയത്. കർത്താവിനെ അറിയാത്ത അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥം തേടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരിയ നിയർ പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ പ്രഖ്യാപിക്കണമെങ്കിലേ അങ്ങനെ ഒരു ഒന്നൊന്നര മാർപ്പാപ്പ 3 വർഷം തോക്കുന്നതിന് പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചു തോറ്റതല്ല, ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ തോൽപ്പിക്കപ്പെട്ടതാണ്. ഞാൻ പഠിച്ചൊരു പാഠമാണത്. ഈ സ്ഥലം കിട്ടത്തില്ല പിതാ തരത്തിലെന്ന് നമ്മൾ അറിയണം 1 കൊല്ലം കഴിഞ്ഞാൽ. ഈ 1 കൊല്ലം മുഴുവൻ ഇപ്പം കിട്ടും പറഞ്ഞിട്ടിരിക്കുകയാണ്. എനിക്കെന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അച്ഛൻ വൈദിക പട്ടം സ്വീകരിച്ചത് 1985 ഡിസംബർ 1985 ഏകദേശം ഒരു 6 വർഷത്തിനുള്ളിൽ ഇത്തരത്തിൽ വലിയൊരു വളർത്തി. അതെ, ഡിവോയ്ഡ് ഓഫ് എനി റിട്രീറ്റ്. ഞാൻ ഒരു ധ്യാനത്തിനും പോകാതെ, ഒരു ധ്യാന കേന്ദ്രത്തിലും പോയി ധ്യാനിക്കാതെ ഒരു മൂവ്മെന്റിന്റെ കർത്താവ് എടുത്ത് ഉപയോഗിക്കാൻ തുടങ്ങിയത് തകർച്ചയായിരുന്നു അച്ഛൻ്റെ ആദ്യത്തെ ധ്യാനം. അതാണ്. അപ്പൊ അത് ഈ തകർന്നവര് അത് ലാസ്റ്റ് വാക്കല്ല, എല്ലാം തുടങ്ങി, ദൈവം എല്ലാം തുടങ്ങിയിരിക്കും. തകർച്ച എന്ന് പറയുമ്പോൾ ദൈവത്തിന് എന്തൊക്കെ പറയാനുണ്ടെന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ദൈവത്തിന് എന്തോ അതാണല്ലേ നമുക്ക് കിട്ടിയത്. പക്ഷെ അമ്മ ഗൈഡ് ചെയ്തു. അമ്മ ഉണ്ടായിരുന്നത് കൊണ്ടാണല്ലോ എനിക്ക് മകനെ ഇതാണ് ഉദ്ദേശിക്കണതെന്നൊക്കെ പറഞ്ഞ് എന്നെ തിരുത്തി കറണ്ട്. എന്താ പ്രശ്നം വെച്ചാൽ അതിനുശേഷം 10 കൊല്ലം കടലിൽ കൺവെൻഷൻ നടത്തി തുടർച്ചയായിട്ട് ഓരോ കൊല്ലം ഡിസംബർ മാസം. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തിരിച്ചറിഞ്ഞ്. കാര്യം അന്ന് സഭയിൽ സുവിശേഷ പ്രഘോഷണ ദശകം നടക്കിയിരുന്നു. അതിൻ്റെ ആദ്യം ഉണ്ടായിരുന്ന ആളാണ് ഞാൻ. ആദ്യം ഉണ്ടായിരുന്ന ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സുവിശേഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ജ്വലിക്കാൻ തുടങ്ങിയ ദൈവം നമ്മുടെ കൂടെ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് തോന്നുന്ന അനുഭവമാണ്. ചിലപ്പോൾ സ്വകാര്യമാകാം. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അന്ന് ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞായിരുന്നു 86 ഇന്ത്യയിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ പറഞ്ഞ കൂട്ടത്തിൽ ഒരു സാധനമാണ് 87 മരിയ നിയറാണ്. അതുകൊണ്ട് എന്തിനാണ് ഈ മരിയ നിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90 തൊട്ട് 2000 വരെ സുവിശേഷ ദശകമാണ് വരാൻ പോണത്. രക്ഷയുടെ ജൂബിലിയാണ്. നമ്മളതിവിടെ ക്രിസ്തു ജയന്തിയായിട്ട് ന്യൂനീകരിച്ചു. അതാണ് നമ്മുടെ സഭയുടെ ഒരു പരാജയം. അത് ക്രിസ്തു ജയന്തി അല്ലായിരുന്നത്, സുവിശേഷ പ്രഘോഷണ ദശകമായിരുന്നു. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ആന്തരികമായ രോക്ഷം വരും. കാര്യം എന്ത് തന്ത്രപരമായിട്ടാണ് സുവിശേഷത്തെ അട്ടിമറിച്ചതെന്ന് ഔദ്യോഗിക സഭ ഉപയോഗിച്ചതെന്ന് നമുക്ക് തോന്നുന്നു. അത് സുവിശേഷ പ്രഘോഷണ ദശകമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ക്രിസ്തു ജയന്തി. ഇവരാരെയൊക്കെ സോപ്പിടാൻ വേണ്ടിയും എവിടെയൊക്കെ ഇങ്ങനെ ഡിസൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി കർത്താവിനെ സുവിശേഷം തള്ളിക്കളഞ്ഞൊരു കാലമാണ്. കുറച്ച് ബൈബിൾ അടിച്ചു കൊടുത്തെന്ന് പറഞ്ഞൊരു കാര്യമില്ല. ബൈബിൾ മനസ്സിലാകണം, ബൈബിളിനോട് ആൾക്കാർക്ക് ആകർഷണം വേണം. ബൈബിളിൽ ദൈവം ജീവിക്കുന്നു എന്നുള്ള ആൾക്കാർക്ക് അനുഭവേദ്യമാകണം. ഈ 91 പിന്നെ അതിനുശേഷം എല്ലാ വർഷവും പരിശുദ്ധ പിതാവ് പറഞ്ഞത് വിശേഷ പ്രകോപ ദശകമാണ് വരണത്. അതിൽ കർത്താവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. ജോൺ പോൾ മാർപ്പാപ്പയാണിത് തുടങ്ങിയത്. കർത്താവിനെ അറിയാത്ത അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം. അതിനുവേണ്ടി നിങ്ങൾ അമ്മയുടെ മധ്യസ്ഥം തേടണമെന്ന് പറഞ്ഞുകൊണ്ടാണ് മരിയ നിയർ പ്രഖ്യാപിക്കുന്നത്. ഇതൊക്കെ പ്രഖ്യാപിക്കണമെങ്കിലേ അങ്ങനെ ഒരു ഒന്നൊന്നര മാർപ്പാപ്പയാണ്. ഞാൻ ഈ മാർപ്പാപ്പമാരൊക്കെ അളക്കണത് ജോൺ പോളിനെ വെച്ചാണ്. എൻ്റെ ഒരു കുഴപ്പമായിരിക്കും ചിലപ്പോൾ. അത് വെച്ചാൽ ആ കാലം നടന്ന മുന്നേറ്റങ്ങൾ പിന്നെ ഒരിക്കലും നടന്നില്ല. സഭ ഇന്ന് കാണുന്ന ഐശ്വര്യം എല്ലാം പ്രാപിക്കുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ്. അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റുന്നത്. താത്വികമായിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം. താത്വികമായി സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഒക്ടോബർ 7 തീയതിയാണ് മാതാവിൻ്റെ ജപമാല തിരുനാൾ. അന്ന് തന്നെയാണ് അപ്പാച്ച ഈ ആമസോൺ സിനഡിൽ വിവാദം ഉണ്ടായത്. ഞാൻ ആ വിഷയത്തിലൂടെ പോകണില്ല, അതൊക്കെ നമ്മുടെ സബ്ജക്റ്റ് അല്ല. എന്നാലും ഇങ്ങനെയൊക്കെയുള്ള മാർപ്പന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയണം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺ പോൾ മാർപ്പാപ്പ പറഞ്ഞ അമ്മയോട് പറയണം, അമ്മയാണ് സുവിശേഷം, അമ്മയാണ് ഈശോനെ സ്വീകരിച്ചത്, അമ്മയാണ് ഈശോനെ ലോകത്ത് കൊടുത്തത്. അതുകൊണ്ട് സുവിശേഷത്തിൻ്റെ ആൾ അമ്മയാണ്. അതുകൊണ്ട് 1 വർഷം മുഴുവൻ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിക്കണം. അതിനുശേഷം സുവിശേഷ പ്രഘോഷണ ദശകം. പിന്നെ ആ വർഷങ്ങൾ എന്താണ് എന്താണ് ജോർജി അതിൻ്റെ അത് വിഷയം വെച്ചാൽ ഞാനിതെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുക. മാർപ്പാപ്പയ്ക്ക് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയിട്ട് എടുക്കുന്ന ആളാണ്. സഭ എന്ത് വന്നാലും അത് ഇപ്പം ചാക്രിക ഒഫീഷ്യൽ എല്ലാം വായിക്കും. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞപ്പോൾ ഈ സുവിശേഷ പ്രകൃതി ഈ മരിയൻ ഇയറിൻ്റെ ഭാഗമായിട്ട്
രൂപതയിൽ ഒന്നും നടന്നില്ല. അന്ന് നടന്നത് ഞാനത് മെത്രാച്ചന് എഴുതി കൊടുത്തിട്ടുണ്ടത്. രൂപതയിൽ ഒന്നും നടന്നില്ല. അവസാനം എന്താ നടന്നില്ല വെച്ചാൽ മരിയൻ ഇയറിൻ്റെ ഭാഗമായിട്ട് ഒന്നും നടന്നില്ല. അന്തർദേശീയമായിട്ട് നടക്കുകയാണ്. അന്ന് അവിടെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അതിപ്രസരമാണ് ഞങ്ങളുടെ രൂപതയിൽ. ഈ ഫിലോപ്പിയ വളർത്തൽ, കയറ്റുപായ നെയ്യൽ, മഴവെള്ള ടാങ്ക് ഉണ്ടാക്കൽ, ഭയങ്കര സാമൂഹ്യ മുന്നേറ്റമായിരുന്നു. മരീൻ സ്പിരിച്വാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. അതായിരുന്നു ആ വർഷമെങ്കിലും സാമൂഹ്യ പ്രവർത്തനങ്ങൾക്ക് അമിത പ്രാധാന്യം കിട്ടിയിട്ട് വലിയ പദ്ധതികളും പ്രോജക്റ്റുകളും നടക്കുകയാണ്. നമ്മളിന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുമില്ല. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ എന്ത് സഭ കസത്ത് കാണിച്ചാലും അവസാനം 0 ആയി പോകും. അത് നമ്മൾ കണ്ട് കാണിച്ചടിച്ചാൽ മതി. അപ്പോഴ് ഇത് മാത്രമേ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എന്താ ചോദിച്ചാൽ ഒരു ഫാദർ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇന്നവിടെ രൂപതയുടെ എപ്പിസ്കോപ്പലാണ്. അങ്ങേരിപ്പോൾ മൈക്കസ് കോളേജിൻ്റെ മാനേജറാണ്. അദ്ദേഹം ഒരു മരിയഭക്തനാണ്. അദ്ദേഹം ഒരു രൂപം എടുത്തുകൊണ്ട് ഈ KCYM-ൻ്റെ നേതൃത്വത്തിൽ ഒരു രൂപം കൊണ്ടുവന്ന്, അത് രൂപത തീരുമാനം തന്നെയാണത്. അത് കൊച്ചിയിൽ നിന്ന് എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് ആലപ്പുഴ രൂപതയെ കൊണ്ടുവന്നു. അപ്പോൾ എൻ്റെ ഇടവകയിൽ കൂടി കടന്നു പോകുന്നൊരു ഡേറ്റ് ഉണ്ടായിരുന്നു, ആഗസ്റ്റ് 11-ാം തീയതി. ആഗസ്റ്റ് 11. അപ്പോൾ ഞാൻ നേരത്തെ ഇൻറ്റിമേഷൻ കിട്ടിയല്ലോ. ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 1 മാസം കിട്ടിയായിരുന്നു. ഞാൻ ഈ കുടുംബങ്ങളുടെ എല്ലാ യൂണിറ്റിലും പോയി. എല്ലാ ഈ 36 യൂണിറ്റിലും പോയി കഴിഞ്ഞാൽ മാതാവ് വരുന്നുണ്ട്, മാതാവിന് രൂപം വരണം എന്നല്ല പറയുന്നത്. 36 യൂണിറ്റിലെ എല്ലാ കുടുംബങ്ങളിലും പോയി. ഓൾമോസ്റ്റ് ഓൾ കുടുംബങ്ങളിൽ പോയി. 100-800 കുടുംബങ്ങളുണ്ട്. അത് വലിയ ഇന്നത്തെ 3 ഇടവകയും ഞാൻ ഒറ്റക്ക് നോക്കിയ സ്ഥലമാണ്. അന്ന് വിചാരിച്ച വയസ്സായിരുന്നല്ലോ. അപ്പോൾ ഈ 3 ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും പോയിട്ട് നിങ്ങൾ മാതാവിനെ സ്വീകരിക്കാൻ വരണം, ജപമാല ചൊല്ലി ഒരുങ്ങണം, അമ്മയെ സ്വീകരിക്കാൻ വരണം, തിരുമെഴുകുതിരി കത്തിച്ചുകൊണ്ട് വരണം എന്ന് പറഞ്ഞു. ആ ഒക്ടോബർ ഞങ്ങളുടെ ഇടവകയ്ക്ക് വന്നപ്പോൾ ഞങ്ങളുടെ പരിചയമുട്ടുകളി, ഡാൻസ്, കുറേ വിഷയം കലാരൂപങ്ങളോടുകൂടി ആകാള ജപമാല റോഡെന്ന് പറയുന്നത് ഒരു 4 കിലോമീറ്റർ മുഴുവനും ആൾക്കാരും കത്തിച്ച മെഴുകുതിരിയുമായിട്ട് മാതാവിനെ സ്വീകരിക്കാൻ വേണ്ടി റോഡ് 2 സൈഡും നിൽക്കുകയാണ്. മാതാവ് കടന്നു പോവുകയാണ് പള്ളി വരെ. അത് രാത്രി മുഴുവനും അവിടെ നിന്ന് പ്രാർത്ഥിച്ച്. ആ മരിയൻ ഇയറിൽ അമ്മയുടെ സാന്നിധ്യത്തെ ഞാൻ കൊടുത്തൊരു വിലയാണ് പിന്നീട് അമ്മ ഈ നിമിഷം വരെ എന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മയുടെ പ്രത്യക്ഷീകരണം ഉൾപ്പെടെ അതിൻ്റെ ഭാഗമാണ്. കാര്യം ആഗസ്റ്റ് 11-ാം തീയതി അമ്മ വന്നു. ആഗസ്റ്റ് 11-ാം തീയതി അടുത്ത ഇടവയിലോട്ട് തിരിച്ച് ഞാൻ കൊണ്ടുപോകുമ്പോൾ 12-ാം തീയതിയാണ് ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ടും അച്ഛനായിട്ട് പുറത്ത് ധ്യാനിപ്പിക്കാൻ പോണത്. എവിടെ പോണത്? ഇടുക്കിയിൽ പുളിയമ്മൽ. നമ്മുടെ ഇടുക്കി തങ്കച്ചെന്ന് കേട്ടില്ലേ? അദ്ദേഹമാണ് അന്ന് എന്നെ വിളിച്ചത്. അപ്പോൾ അദ്ദേഹം അന്ന് വളർന്നു വന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ എന്നെ വിളിച്ച് ഇടുക്കി പുളിയമ്മലെ പോയി ധ്യാനിപ്പിച്ചു. അപ്പോൾ ഞാൻ ഇന്ന് ചരിത്രം നോക്കുമ്പോൾ ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ഔട്ട്റീച്ച്. ഞാൻ നേരത്തെ നടത്തിയിട്ടുണ്ട്. അതിനുശേഷം ഒത്തിരി ധ്യാന കേന്ദ്രങ്ങൾ ആ സമയത്ത് അച്ഛൻ ധ്യാനിപ്പിച്ചിട്ടുണ്ട്. കുറേ അതൊക്കെ മുമ്പ്, അതായത് ഡീക്കനായി കഴിഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ദൈവം എന്നെ വിളിച്ചെടുക്ക് തോന്നുമായിരുന്നു. കാര്യം വെച്ചാൽ ഞാൻ ലുക്കാസ് വിശേഷത്തിന് സെമിനാരി 3 പ്രാവശ്യം തോറ്റായിരുന്നു. അത് 3 പ്രാവശ്യം തോക്കേണ്ട പ്രത്യേക കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പഠിച്ചു തോറ്റതല്ല, ഒരു തെറ്റിദ്ധാരണ പുറത്ത് ഞാൻ തോൽപ്പിക്കപ്പെട്ടതാണ്. പക്ഷെ അതിൻ്റെ പേരിൽ ദൈവം നല്ല ശരിക്കും റോൾ എടുത്തായിരുന്നു. കാര്യം 3 പ്രാവശ്യമൊന്നും തോക്കത്തില്ലല്ല, 1 പ്രാവശ്യം പോലും തോക്കും. സെമിനാരിക്കാരെന്ന് പറയുമ്പോൾ അവിടുത്തെ ടൈം ടേബിൾ കരിക്കുലം എന്ന് വെച്ചാൽ സൂപ്പറാണ്. 90% മാർക്ക് 80% മാർക്ക് എല്ലാവരും കിട്ടും. അത്രയും നല്ല പഠനമാണ് അവിടെ. ഞാൻ തോറ്റെന്ന് പറയുമ്പോൾ പഠിക്കാത്തത് കൊണ്ട് തോറ്റതല്ല, അതൊരു വലിയ വകുപ്പിൽപ്പെട്ട് തോറ്റുപോയതാണ്. പക്ഷെ തോറ്റതിന് ശേഷം അവസാനം ബിഷപ്പ് വരെ എന്നെ വിളിപ്പിച്ചു. 2 പ്രാവശ്യം തോറ്റു. അപ്പം ഞാൻ തലകുത്തി നിന്ന് പഠിച്ചു ലൂക്കായുടെ സുവിശേഷം. 2ാമത്തെ പ്രാവശ്യം തോറ്റപ്പോൾ സെനറ്റ് കൂടിയിട്ട് ബിഷപ്പ് എന്നെ വിളിച്ചു. ഞാൻ ആലപ്പുഴയ്ക്ക് ഇവിടുന്ന് നിലയം വിളിച്ചാൽ പോണത്. കാര്യം സെമിനാരിൽ നിന്ന് പോകേണ്ടി വരുമെന്ന് തോന്നി. അപ്പോൾ സെമിനാരി പീറ്റർ പിതാവാണ്. പീറ്റർ പിതാവ് എന്ന് പറഞ്ഞത്, നിങ്ങളെ ബ്രദറിനെ അവിടെ പഠിപ്പിക്കാൻ പറ്റുന്നതിന് 10 ലക്ഷം രൂപയാണ് രൂപതയ്ക്ക് ചിലവ്. മനസ്സിലായി? നിങ്ങൾ ഈ 2 പ്രാവശ്യം തോന്നി നിങ്ങൾക്ക് ദൈവവിളിയില്ല, അപ്പം നിങ്ങളത് ഉഴപ്പിയെന്ന് എൻ്റെ അർത്ഥം. അപ്പോൾ പിതാവിനോട് ഞാൻ പറഞ്ഞു, അവിടെ നടന്ന സംഭവങ്ങൾ പിതാവിനോട് പറഞ്ഞു. ഇറ്റ്സ് ഓക്കെ, ഞാൻ വിളിച്ചു പറയാം, ഒരു ചാൻസ് കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് തന്നേക്കുമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു വന്ന് ഈ അച്ഛനുമായിട്ട് ഞങ്ങൾക്ക് ഇച്ചിരി അസ്വസ്ഥത ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് കാലെ കെട്ടിയോട് മാപ്പ് പറഞ്ഞു.
രണ്ട് ബ്രദർമാർ എന്നെ സഹായിച്ചായിരുന്നു. അപ്പം അച്ഛനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പ്രൊഫസറിന് തെറ്റിദ്ധാരണ വന്നതാണ്. സത്യമായിട്ട് ഈശോയാണ് ഈ നിമിഷം വരെ എന്നെ തെറ്റിട്ടുണ്ടായിട്ടല്ല. ഒരു തെറ്റിദ്ധാരണ വന്നു പോയി. ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിച്ചു എന്നുള്ള തെറ്റിദ്ധാരണ വന്നു. പക്ഷേ ഈശോയാണ് അതെല്ലാം ക്രമീകരിച്ചത്. അവസാനം ഞാൻ മൂന്നാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതുന്ന ജീവിതമാണ്. അച്ഛൻ ആകുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെ പരീക്ഷയായി പോയി. നൂൽപ്പാലത്തിൽ. അപ്പം 3 പ്രാവശ്യം രാത്രിയും പകലും പഠിച്ചിട്ടാണ് ഈ മൂന്നാമത്തെ പ്രാവശ്യം പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്നറിയോ? ഞാൻ സംസാരിക്കുന്ന മുഴുവൻ സുവിശേഷമാകാൻ തുടങ്ങി. അതായത് ഞാൻ എന്ത് സംസാരിച്ചാലും സുവിശേഷം വരാൻ തുടങ്ങി. അതിങ്ങനെ വന്നതാണ്. അപ്പോൾ കർത്താവ് തിരഞ്ഞെടുക്കുന്ന വഴികളാണത്. പരീക്ഷയെ തോപ്പിച്ചുകൊണ്ട് 1, 2, 3 തോപ്പിച്ച് മെത്താൻ്റെ മുമ്പിൽ നോട്ടപ്പുള്ളിയാക്കി എടുത്ത് തരം താഴ്ത്തി സെമിനാറിലെ ചക്യാത്ത് പിതാവാണെന്ന് ഞങ്ങൾക്ക് പ്രൊഫസർ. ചക്യാത്ത് പിതാവ് വെച്ച് ജോസഫ് എന്നെ കേൾക്കണത് ഇങ്ങനെ എല്ലായിടുന്നല്ലോ പണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ എനിക്ക് ചങ്ക് പൊടിഞ്ഞു പോയി. കാര്യം ഇങ്ങനെ എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ഒരു മോക്കറി ആയിട്ട് അത് എന്താ സുവിശേഷം പഠിപ്പിക്കാൻ വേണ്ടി. അതിനുശേഷം എനിക്ക് സുവിശേഷം പറയാൻ തുടങ്ങിയപ്പോൾ ചിറമേലെന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട്, ഇപ്പോഴുണ്ട്, ജോസ് ചിറമേൽ അച്ഛൻ. എൻ്റെ ബാച്ചാണ്. പല ചിറമേൽ അച്ഛന്മാരുണ്ട്. പറഞ്ഞു, എടോ ജോസഫേ, മറ്റത്താണ് അദ്ദേഹത്തിൻ്റെ ഇടം, താൻ എൻ്റെ ഇടയിൽ ഒന്ന് ധ്യാനിപ്പിക്കണോ, താൻ ഇപ്പോൾ വചനം പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഡീക്കനായിരിക്കും താൻ എൻ്റെ ഇവിടേക്ക് ഒന്ന് ധ്യാനിപ്പിക്കണോ, താൻ വചനം ഇപ്പം പറയുന്നുണ്ട്. ഞാൻ അപ്പം ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതിയാന്ന് ചോദിച്ചു. നീ വാ എന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ കണ്ടാണശ്ശേരി, മറ്റം, വാഗ 3 ഇടവക ധ്യാനിപ്പിക്കേണ്ടി വന്നു. കാര്യം അവിടുത്തെ പല്ലിശ്ശേരി ആൻ്റണി പല്ലിശ്ശേരി അച്ഛനാണ്, മരിച്ചുപോയി. അദ്ദേഹം വിചാരിച്ചത് ഞാൻ വലിയ ധ്യാന ഗുരുവായിട്ടുള്ള ബ്രദറാണെന്നാണ്. ഞാനിങ്ങനെ പരീക്ഷയ്ക്ക് തോറ്റു ധ്യാന ഗുരുവായ. പക്ഷെ അതെന്നെ പഠിപ്പിച്ചതാണ് കർത്താവ്. ബൈബിള് ഞാൻ പിന്നെയും പഠിപ്പിക്കാൻ വേണ്ടി എന്നെ തോൽപ്പിച്ചുകൊണ്ടേയിരുന്നു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അല്ലെ പിന്നീട് അച്ഛൻ ആ ഒരു വലിയൊരു അനുഭവം തന്നെ ഇപ്പൊ പങ്കുവെച്ചത് അല്ലേ? തോൽപ്പിച്ചിട്ട് സുവിശേഷം തോൽപ്പിച്ചിട്ട് ജയിപ്പിച്ചത്. പിന്നീട് വെച്ചാൽ ഒരു 91 കാലഘട്ടം നമ്മളിപ്പോ ആ ഒരു കടൽ കൺവെൻഷൻ ആ ഒരു സമയത്താണ് എത്തി നിൽക്കുന്നത്. പിന്നീട് അതിനുശേഷം കൃപാസനത്തിലേക്ക് എത്തിയത് എങ്ങനെയാണ്? അതായത് കടൽ കൺവെൻഷൻ നടത്തിയില്ലേ? ഈ കടൽ കൺവെൻഷൻ നടത്തുമ്പോഴും അത് 10 കൊല്ലത്തെ ശുശ്രൂഷയായിരുന്നില്ല. ഈ കടൽ കൺവെൻഷൻ നടത്തുമ്പോഴും ഈ നമ്മളെ കടലിൽ അങ്ങനെ നമുക്ക് ചിന്തയില്ലേ, അങ്ങനെ ചെയ്യേണ്ടി വന്ന സാഹചര്യം ദൈവം ചെയ്യിച്ചാണെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം വെച്ചാൽ ഈ നമ്മുടെ ഉള്ളൊരു വള്ളമല്ലേ, നമുക്കൊരു 4 അടി 5 അടി വെള്ളം, അല്ലെങ്കിൽ 6 അടി വെള്ളം, 6 അടിയല്ല, അടിയല്ല, മീറ്റർ ഉള്ള വള്ളത്തിലാണ് നമ്മൾ കടലിലോട്ട് പോണത്. ഒരു ഡ്രൈവറും ഉണ്ടാകും, ആരെങ്കിലും തുണയായിട്ട് നമ്മുടെ സഹോദരൻ, ഇപ്പം തങ്കച്ചൻ, പീറ്റർ, അങ്ങനെയൊക്കെയുള്ള ആൻ്റണി, അങ്ങനെ ഒത്തിരി ആൾക്കാർ ഇന്നവരൊക്കെ ഉണ്ട്, സണ്ണി, ഇവരൊക്കെ ഉണ്ടാവും ശുശ്രൂഷയ്ക്ക്. അപ്പം ഇവരുമായിട്ടാണ് പോന്നിട്ട് ഈ കടലിൽ കിടക്കുന്ന എല്ലാ വള്ളവും വെഞ്ചരിക്കും. പക്ഷേ വള്ളം എല്ലാം വെഞ്ചരിക്കുമ്പോൾ ചില വള്ളങ്ങൾ വലുതായിരിക്കും, ഇതിൻ്റെ ചെറിയ വള്ളമല്ലേ. അപ്പം ഡിസംബറിലെ കടലായത് കാരണം തെക്കുന്ന കടലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ 1 മീറ്റർ ഡിഫറൻസിലാണ് പൊങ്ങിയും താഴ്ന്നും കിടക്കുന്നത്. അപ്പോൾ ഈ ബോട്ടും ഉണ്ടാകും, ഫിഷിംഗ് ബോട്ടുണ്ട്, വലിയ ബോട്ട്. അപ്പോൾ ഈ ബോട്ടിലൊക്കെ കയറണമെങ്കിൽ നീ കൊച്ചുവെള്ളത്തിൽ കയറാൻ പറ്റത്തില്ല, കടലിൽ ഏണി വെക്കാൻ പറ്റത്തില്ല. അപ്പം അവരെന്നാ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ സ്കൂട്ടറിൻ്റെ ടയർ കെട്ടി താഴെ കെട്ടി തരും. അപ്പം നമ്മൾ മറ്റുള്ളൊരു വള്ളത്തിലേക്ക് ഞാൻ ഈ കുരിശും പിടിച്ചുകൊണ്ട് ഈ സ്കൂട്ടറിൻ്റെ അത് കോണിയായിട്ട് എടുത്തിട്ട് അതുമേ ചവിട്ടി മുകളിലോട്ട് ചെല്ലുമ്പോൾ അവരുടെ കൈ കൊണ്ട് പിടിക്കും. പക്ഷേ കാറ്റായിരിക്കും ഭയങ്കര, പൊങ്ങി താഴ്ന്നും കിടക്കും, ഒരു അപകടമാണ്, ഞാണിമേ കളിയാണ്, താഴെ വീണാപ്പോയി തന്നെ. അങ്ങനെ ഇവർ വള്ളം വെഞ്ചരിച്ചിട്ട് ചില വള്ളത്തെ ചെല്ലുമ്പോൾ എനിക്ക് തോന്നും കുമ്പസാരിക്കാത്ത ആൾക്കാരുണ്ടെന്ന്. അപ്പോൾ അവിടെ മുസ്ലിംസും ഉണ്ടാകും, ഹിന്ദുസും ഉണ്ടാകും, ക്രിസ്ത്യൻസും ഉണ്ടാകും. അപ്പോൾ ഞാൻ വന്ന് ക്രിസ്ത്യൻസ് ആരെയും കുമ്പസാരിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കുമ്പസാരിക്കാമെന്ന് പറയും. അവിടെയും അപ്പോൾ ചിലർ 1-2 ഇൻസിഡൻസ് ഇതുപോലെ അവിടെ നിന്ന് കുമ്പസാരിച്ചിട്ടുണ്ട്. അതായത് വീടുകളിൽ പോകുമ്പോഴിങ്ങനെ വീടുകളിൽ നേരം നടത്തി ഓരോ വീടുകളിൽ ചെന്ന് കുമ്പസാരിപ്പിച്ചിട്ടുണ്ട്. അതായത് അക്കാലങ്ങളിലെല്ലാം കുമ്പസാരം അതിശക്തമായ ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു വലിയ ശുശ്രൂഷ. അതെല്ലാം ദൈവം കൗണ്ട് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വില കൊടുത്ത് ചെയ്ത ഒരു ശുശ്രൂഷ. അതെ. അപ്പോൾ അതങ്ങനെ ചെയ്തുകൊണ്ടാണ് പിന്നീട് 2000 ആയപ്പോൾ ശുശ്രൂഷ പ്രവണ ദശകം തീർന്നല്ല. അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്ത് ശുശ്രൂഷ പ്രവണ ദേശം തീരുകയാണ്,
നമ്മളിത് കൊടു ഈ ശുശ്രൂഷ ഇവിടെ വെച്ച് സമാപിക്കണം എന്ന് പറഞ്ഞ് തീരത്തോട് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പിന്നെയാണ് ഞാൻ കലവൂര് വന്ന് ശുശ്രൂഷ ചെറിയ രീതിയിൽ തുടങ്ങണം. അച്ഛാ, നമ്മളിപ്പം 2000 ആ ഒരു ആണ്ടിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് അച്ഛൻ പറഞ്ഞതുപോലെ മാർപ്പാപ്പ പ്രഖ്യാപിച്ച സുവിശേഷ പ്രഘോഷണ ആ ഒരു ദശകം അത് ഏറ്റവും എൻഡിൽ നിൽക്കുന്നു. ഒപ്പം തന്നെ ഈ കടൽ കൺവെൻഷൻ വളരെ വിജയകരമായിട്ട് മുന്നോട്ട് പോകുന്നു. പിന്നീട് അത് എങ്ങനെയാണ് ഈ നമ്മുടെ ആലപ്പുഴയിലുള്ള കലവൂർ ആ ഒരു പ്രദേശത്ത് ഈ കൃപാസനം ധ്യാന കേന്ദ്രം ആ ഒരു സ്ഥാപനം തുടങ്ങാനിടയായത് പിന്നീട് എങ്ങനെയായിരുന്നു? അതായത് കടലോര കൺവെൻഷന് 10 കൊല്ലം നടന്നില്ലേ? അപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പുന്നപ്പുറ മുതൽ കൊച്ചി വരെ 2 ജില്ലകളുടെ അവിടെ നവംബർ മാസം മുതൽ ഡിസംബർ അവസാനം വരെ 2 മാസം മുഴുവനും വൈകുന്നേരം ആകുമ്പോൾ ഓരോ കരകളിൽ ചെന്ന് മധ്യസ്ഥ പ്രാർത്ഥനാ ഗ്രൂപ്പ് ഉണ്ടാക്കി മധ്യസ്ഥ പ്രാർത്ഥനയിൽ കൺവെൻഷനെക്കുറിച്ച് പറഞ്ഞു. അവിടെ ഒരു മിനി കൺവെൻഷൻ നടത്തും, പിന്നെ മൊബിലൈസേഷൻ പ്രോഗ്രാം പോലെ. ഇങ്ങനെ 2 മാസം കൺവെൻഷൻ തീരദേശത്ത് നടത്തിയിട്ട് അതിൻ്റെ കൾമിനേഷനായിട്ടാണ് കടലോര നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിരിക്കണം മുഴുവനും ദൈവം കടലോരത്താണ് ഒരു ധ്യാനകേന്ദ്രം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത്. ധ്യാനകേന്ദ്രത്തെക്കുറിച്ചുള്ള ചിന്ത പെട്ടെന്ന് എങ്ങനെയാണ് മനസ്സിലേക്ക് വന്നത്? ധ്യാനകേന്ദ്രത്തിൽ ഇത് ഈ ശുശ്രൂഷ കണ്ടിന്യൂ ചെയ്ത് പോകണമെങ്കിൽ ഞാൻ ദൈവത്തോട് ചോദിച്ചത് കാര്യം ഒരു പ്രശ്നമുണ്ടായി. അതാണ് ധ്യാനകേന്ദ്രത്തെക്കുറിച്ച് വരാൻ കാര്യം. അത് തുമ്പോളി വെച്ച് തന്നെ ഉണ്ടായ പ്രശ്നമാണ്, 92 തന്നെ ഉണ്ടായ പ്രശ്നമാണ്. അതായത് ജനങ്ങളെല്ലാവരും ഇങ്ങനെ നാട്ടുകാരും വള്ളക്കാരും മറ്റു ദേശക്കാരെല്ലാം വരികയല്ലേ. അപ്പോൾ അവിടെ ഇടവക ശുശ്രൂഷയ്ക്ക് ഒരു സ്വല്പം തിക്കുമുട്ടുണ്ടായി. അപ്പം ചില ആൾക്കാർ എന്തെങ്കിലും എന്നെ കാണാൻ കാരിക്കസത്തിൻ്റെ കാര്യമോ കുടുംബത്തിൻ്റെ കാര്യമോ ഒക്കെ വന്ന് പറഞ്ഞിട്ട് ചില പറയാൻ പറ്റാതെ പോയി തിരിച്ചു പോകും. ഇത് ഇടവക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ അവിടെ ചിലർ എൻ്റെ ഏറ്റവും അടുത്തിരുന്നതെന്ന് വെച്ചാൽ ആൾക്കാരിങ്ങനെ കുറച്ച് കാര്യം സംസാരിക്കുന്നുണ്ട്. ഇവരുടെ കാര്യം ഈ അച്ഛന് എവിടെയെങ്കിലും പോയി ആശ്രമം കിട്ടി താമസിക്കാൻ പറ്റില്ല ചോദിക്കുന്നത്. ഇത് ഇടവക വന്നിരിക്കുമ്പോൾ ഇടവക്കാരല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആൾക്കാരുടെ ഒരു ടോൺ അങ്ങോട്ട് മാറി. അതാ എനിക്ക് കാര്യം, എനിക്ക് ആൾക്കാരിങ്ങനെ ഹർട്ട് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിൻ ഉണ്ടാവും. അതൊന്നും ഇന്നും ഉണ്ടാവും. അത് സുവിശേഷത്തിൻ്റെ വിഷയമാണ്, അല്ലാതെ എൻ്റെ മാനുഷികമായ വിഷയമല്ല. അപ്പോഴും അതിൻ്റെ അകത്ത് തെറ്റും ശരി നമുക്ക് ഞാനത് മാതാവിനോട് ആൾക്കാർ പറഞ്ഞ കേട്ടോ, ഇതിനുള്ള എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടായാൽ മാത്രമേ എനിക്ക് ശുശ്രൂഷ തുടരാൻ പറ്റത്തുള്ളൂ. ഓരോ ഇടവക ഇരുന്നുകൊണ്ട് എപ്പോഴും ഇത് ഇടവകക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അത് ഇനിയും പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് എനിക്ക് എവിടെയെങ്കിലും ഒരു 3 സെൻറ്റ് സ്ഥലം കൃത്യമായ ഒരു കണക്ക് ചോദിച്ചു. 3 സെൻറ്റ് സ്ഥലം. അതാണ് ഞാൻ ചോദിച്ചത്. അമ്മയ്ക്ക് അറിയാമല്ല. അതായത് ആൾക്കാർ വരുമ്പോൾ കാണാൻ പറ്റിയ ഒരു ഓഫീസും കാണാൻ പറ്റിയ ആ ഓഫീസിൻ്റെ വാതിക്കയിൽ ഒരു പാർലർ കൗണ്ടർ. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ അത് ഈ ഇടവക ജോലി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സമയമുണ്ടല്ലോ, 0 അവർ കിട്ടും. നമുക്ക് ബിസിനസ്സിക്ക് പോകണത് മുമ്പ് ഉച്ച കഴിഞ്ഞ് 2.5 മണിക്കൂർ കിട്ടും, 2 മണിക്കൂറൊക്കെ കിട്ടും. രാവിലെ അതുപോലെ തന്നെ 11 മണി തൊട്ട് കിട്ടും. അപ്പം അങ്ങനെയുള്ള സമയങ്ങൾ അവർക്ക് സമയം കൊടുത്തുകൊണ്ട് അവിടെ പോയിരിക്കാം. അതിന് ഞാനും എൻ്റെ ഈ സഹപ്രവർത്തനം കൂടി തീരദേശത്ത് എവിടെയാണ് ഈ 10 കൊല്ലത്ത് നടന്നത്, 96 നടന്ന കാര്യം ഞാനിപ്പോൾ പറയണത്. ഞാൻ ഈ തുമ്പോളി എന്ന് പറയുന്നത് ഒരു ജില്ല, നമ്മുടെ ആലപ്പുഴ ജില്ലയുടെ ഒരു കടലോര പ്രദേശമാണ്. അവിടുന്ന് അർത്തിങ്കി വരെയുള്ള റേഞ്ചിലാണ് ഈ ആൾക്കാർ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥനക്കാരുള്ളത് നമുക്ക്. അപ്പോൾ അവിടെ എവിടെയെങ്കിലുമാണ് എനിക്ക് സ്ഥലം വേണ്ടത്. അപ്പോൾ ഈ അതായത് ഞാൻ ഇതുപോലെ എൻ്റെ കൂടെ ഉണ്ട് തങ്കച്ചൻ, പീറ്റർ, ഇവർ ഞങ്ങൾ 3 പേരും കൂടി തുമ്പോളിൽ നിന്ന് കാൽനടയായിട്ട് ജവമാല ചൊല്ലിക്കൊണ്ട് അർത്തിങ്കി വരെ ചെല്ലും. എത്ര കിലോമീറ്റർ ഉണ്ട് 2 സ്ഥലം? അല്ല, എനിക്കുള്ളത് ഒരു 16-17 കിലോമീറ്റർ കാണും കാൽനടയായിട്ട് ജവമാല. അത് റാലിയല്ല, ഞങ്ങൾക്ക് ഈ പ്രാർത്ഥിച്ചു പോവുക എന്നുള്ള ഉദ്ദേശത്തിൽ ജവമാലയും ചൊല്ലിക്കൊണ്ടാണ് പോയത്. ചില സ്ഥലം കാണണം, അതിൻ്റെ അകത്ത് അതാണ് ഉദ്ദേശം. സ്ഥലവും കാണണം, പ്രാർത്ഥന അത് മാതാവ് സെലക്ട് ചെയ്ത് തന്ന സ്ഥലവുമായിരിക്കണം. ചെയ്യണ കാര്യങ്ങൾ എപ്പോഴും പ്രാർത്ഥിച്ച് ചെയ്യത്തുള്ളൂ. അപ്പം ഞങ്ങൾ 3 പേരും കൂടി ജവമാല ചൊല്ലി. അത് നല്ല ഇപ്പം എങ്ങനെ ഒരു 3-4
മണിക്കൂർ എടുക്കാതെ അവിടെ എത്തത്തില്ല. 3 മണിക്കൂറെങ്കിൽ ഉറപ്പായിട്ടും വേണം, പതുക്കല്ലേ പോണത്. അങ്ങനെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് ചെത്തി എന്ന് സ്ഥലമുണ്ട്, ഇപ്പോഴും ഉണ്ട് അവിടെ സ്ഥലം. ആ സ്ഥലത്തിൻ്റെ ഒരു പുഴ കടലിലോട്ട് വീഴുന്ന സ്ഥലമാണ്. അതിൻ്റെ റൈറ്റ് സൈഡിൽ സ്ഥലം കണ്ടുപിടിച്ചു. അപ്പോൾ തിരക്കിയപ്പോൾ അത് പള്ളിയുടെ സ്ഥലമാണ്. തങ്കച്ചൻ ഈ കൂടുതൽ ധൈര്യമുള്ള ആളാണ്. തങ്കച്ചൻ പറഞ്ഞ അച്ഛാ നമുക്ക് സ്ഥലം മേടിക്കാം, എന്നിട്ട് ആ സ്ഥലത്തിൻ്റെ പകരം പള്ളിക്ക് വേറെ സ്ഥലം നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. ഞങ്ങൾ ചെന്ന് കമ്മിറ്റിക്കാർ ചെന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ആ സ്ഥലം തരികയാണെങ്കിൽ വേറെ സ്ഥലം വാങ്ങിച്ചു തരാം, അല്ലെങ്കിൽ അതിൻ്റെ വില തരാമെന്ന് പറഞ്ഞു. കാര്യം 3 സെൻറ്റ് പോലെ സ്ഥലം ഇടയ്ക്ക് കാശ് കയ്യിലുള്ള കാര്യം സത്യമായിട്ട് എനിക്കറിയാം. അപ്പോൾ എങ്കിലും കാലാന്തരത്തിൽ നമുക്ക് കൊടുത്ത് വിട്ടാമല്ലോ എന്നാണ്. കാരണം ഇപ്പോൾ ഈ കടലോരം തന്നെ നടത്തിയത് അങ്ങനെ. കടലോരം നടത്തുന്ന സമയത്ത് കടലോരത്തിൻ്റെ ഈ 10 കൊല്ലത്തെ കൺവെൻഷൻ നടത്തുമ്പോൾ എനിക്ക് വേണമെങ്കിൽ വള്ളക്കാരെല്ലാം എന്നോട് വളരെ അടുപ്പവും കൃപാസനത്തോട് അടുക്കപ്പെടുമ്പോൾ എന്ത് ചോദിച്ചാലും തരും. പക്ഷെ ഒറ്റ പൈസ പിരിച്ചിട്ടില്ല അതിൻ്റെ പേരിൽ. ഏത് ആ സമയത്ത് കൺവെൻഷൻ നടക്കുമ്പോൾ അതിൻ്റെ പേരിൽ ഒരൊറ്റ പൈസ പിരിച്ചിട്ടില്ല. അന്ന് സ്വസ്ഥക്കാഴ്ച എടുത്തായിരുന്നു. പക്ഷെ അതുകൊണ്ടൊന്നും ആകത്തില്ല. കാര്യം ജനറേറ്റർ തന്നെ 3 വെച്ചായിട്ടാണ് ഈ ശുശ്രൂഷ നടക്കുന്നത്. അങ്ങനെ അവസാനം വന്നപ്പോൾ ഒരു 75,000 രൂപ 80,000 രൂപ കടം വരും ഓരോ വർഷവും ഈ കൺവെൻഷൻ കഴിയുമ്പോൾ. ഞാൻ തൈക്കപ്പള്ളി ഇരിക്കുമ്പോൾ ഈ അവിടെ സൗണ്ടിൻ്റെ പേര് ഞാൻ പറഞ്ഞ ശരിയല്ല. അപ്പോൾ ആ മനുഷ്യൻ വന്ന് ആദ്യമൊക്കെ ചോദിക്കും, പക്ഷേ എൻ്റെ പൈസ ഉണ്ടാകത്തില്ല. പുള്ളിക്കാരൻ പിന്നെ പാസ് കിട്ടുന്നവരെ എൻ്റെ ബെഞ്ചിൽ കിടക്കും ഉടമയുടെ. അയാളെന്നെ ഹർട്ട് ചെയ്യത്തില്ല. അയാളുടെ അയാൾക്കും കടമുണ്ട്. അത് കാരണം എങ്ങനെയെങ്കിലും ഞാൻ കടം മേടിച്ച് അത് കൊടുക്കണമെന്നാണ്. അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പുള്ളി വരുമ്പോൾ ഞാനിങ്ങനെ സ്വരുക്കിട്ട് വെച്ച കാശ, അല്ലെങ്കിൽ എൻ്റെ പള്ളിയിലുള്ള എൻ്റെ തുച്ഛ ശമ്പളമോ അല്ലെങ്കിൽ കുർബാന പണമോ ഒക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് 1 കൊല്ലം കൊണ്ടാണ് ഞങ്ങൾക്ക് കാശ് കൊടുത്തുകൊണ്ടിരുന്നത് ഈ ആളിന്. അത് പലപ്പോഴും പുള്ളിക്ക് അവസാനം അത് മനസ്സിലായി അങ്ങനെ കിട്ടത്തുള്ളൂ. അങ്ങനെ കാര്യം വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ പേരിൽ ചുറ്റടന്ന് പിരിക്കാവില്ല. അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈശോക്ക് അറിയാവില്ല. അതാണ് ഈ സംഭവം. ഇന്നിപ്പോൾ ഇത് ഇത്രയും ഇങ്ങനെ അഭിവൃദ്ധിപ്പെട്ട കാര്യം എൻ്റെ പിന്നിലുള്ള ഒരു സത്യസന്ധത ജസ്റ്റ് നോട്ട് മണി ഓർഡർ ആയിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു. അപ്പോൾ അത് നിൽക്കട്ടെ, ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. അപ്പോൾ എൻ്റെ പ്രശ്നം വെച്ചാൽ എൻ്റെ 3 സെൻറ്റ് സ്ഥലത്തുള്ള കാശ് പോലും ഇല്ല. അപ്പോൾ എന്നാൽ ഈ സെൻറ്റ് സ്ഥലം വേണം താൻ. അതിനാണ് ജവമാല ചൊല്ലി മാതാവിൻ്റെ സ്ഥലം മേടിച്ചു തരാൻ വേണ്ടി നടക്കും. എന്നിട്ട് പള്ളി ചെന്ന് പറഞ്ഞപ്പോൾ പള്ളി പറഞ്ഞ് തരാമെന്ന് പറഞ്ഞ് ബിഷപ്പിൻ്റെ പെർമിഷൻ വേണ്ടേ നമ്മളൊരു സ്ഥലം മേടിക്കുന്ന വലിയ ഗുരുവല്ലേ. അത് വെച്ച് കഴിഞ്ഞാൽ ബിഷപ്പിന് ഇവർ കമ്മിറ്റിക്കാരെ തീരുമാനം എടുത്തിട്ട് ബിഷപ്പിന് ഫോർവേഡ് ചെയ്ത് ജോസഫ് മൂസൻ സാർ. ബിഷപ്പ് ഞെട്ടിപ്പോയി. കാര്യം ഒരു രൂപതയിൽ ഇന്ന് വർക്ക് ചെയ്യുന്ന അച്ഛൻ പിതാവിൻ്റെ അനുവാദം ഇല്ലാതെ വേറെ തുടങ്ങിയുള്ള ഞാൻ ഓർത്തില്ല ഇത്തിരി പുലിവാൽ ഇത്രയും ഉണ്ട് ഇതിൻ്റെ അടുത്ത് പിതാവിൻ്റെ അടുത്ത് വെച്ച് ചെല്ലുമെന്ന്. പിതാവ് അതിനെക്കുറിച്ചൊന്നും അവരോട് സംസാരിച്ചില്ല. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന പിതാവ് വളരെ ബുദ്ധിപൂർവ്വമായിട്ടാണ് കഴിയുന്നത്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെന്ന ഞാൻ ഇങ്ങനെ വിഷയം അച്ഛൻ ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഒന്നും പറയണ്ട, പള്ളിയുടെ സ്ഥലം ഇപ്പോൾ കൊടുക്കണില്ലെന്ന്. അപ്പോൾ അതിന് വേണ്ട കാരണമുണ്ട്. ഈ പള്ളി കമ്മിറ്റി ഉള്ളവർ തന്നെ ചെന്ന് കുറച്ച് പേർക്ക് ഇവിടെ ഒപ്പിട്ടിട്ടുണ്ടെങ്കിലും അത് കണ്ണായ സ്ഥലമായത് കാരണം അത് കൊടുക്കാൻ താല്പര്യമില്ലാത്ത കാരണം ഇവർ 5 പേര് ഡെലിഗേഷൻ പോയിട്ടുണ്ട് രൂപതയിലോട്ട്. അത് പിന്നെ ഞാൻ അറിഞ്ഞത് പിതാവ് പിന്നീട് പല വിഷയങ്ങളുണ്ടാകും. അത് കൊടുക്കാൻ പറ്റത്തില്ലെന്ന് പറയാൻ വേണ്ടി പോയായിരുന്നു. അതും കൂടി കാര്യമായിട്ട് പിതാവ് സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഈ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ഒരു വിഷയമുള്ളത്, ഞാൻ പഠിച്ചൊരു പാഠമാണത്. ഈ സ്ഥലം കിട്ടത്തില്ല പിതാവ് തരത്തിലെന്ന് നമ്മൾ അറിയണം 1 കൊല്ലം കഴിഞ്ഞാൽ. ഈ 1 കൊല്ലം മുഴുവൻ ഇപ്പം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാത്തിരിപ്പിൻ്റെ 1 വർഷം. ഇത് 1 കൊല്ലം മുഴുവനും ഇപ്പം കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടിരിക്കുകയാണ്. ഞാനുണ്ട് കൂടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ എല്ലാവരും ഉണ്ട്. ഈ തീരദേശത്തെ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് കലവ് അവിടെ പറഞ്ഞ സ്ഥലം കിട്ടാൻ വേണ്ടി. ഈ 100ഓളം മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുണ്ടേ. ഈ 100 മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പ് ഞങ്ങളും കൂടി പ്രാർത്ഥിച്ചിട്ട് 1 കൊല്ലം പ്രാർത്ഥിച്ച സ്ഥലം കിട്ടണില്ല. അതിൻ്റെ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊല്ലം കഴിയുമ്പോഴാണ് അറിയണത് പിതാവ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ദൈവത്തിന് വേണമെങ്കിൽ ഇത് നേരത്തെ പറയാമായിരുന്നു, എടാ ഇത് പിതാവ് താല്പര്യമില്ലാത്ത കാര്യമാണ്, നീ പോകണ്ട, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ആ 1 കൊല്ലം പ്രാർത്ഥിക്കാൻ പറ്റാവുന്നതിനാണ്. മനസ്സിലായ? ദൈവം പ്രാർത്ഥന ടേക്കപ്പ് ചെയ്യുന്ന വഴികളെന്ന് പറയണത് നമ്മുടെയൊക്കെ ഈ പ്രാർത്ഥന ലാഗ് ചെയ്യിക്കണില്ലേ. ഒരു വിഷയം നടക്കാതെ ഇട്ടുണ്ട് കാര്യത്തിൻ്റെ കാര്യത്തിൽ അതിനകത്ത്
നമുക്ക് പ്രെയർ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാൻ വേണ്ടിയാണ്. അത് ഞാൻ പഠിച്ചൊരു പാഠമാണ്. അവസാനം 1 കൊല്ലം കഴിഞ്ഞപ്പോഴല്ലേ അറിയണത് ഈ സ്ഥലം കിട്ടത്തില്ലെന്ന്. സ്ഥലം കിട്ടത്തില്ലെന്ന് പറഞ്ഞ ഉടനെ അത് ആ ചാപ്റ്റർ ക്ലോസായി. ഞാൻ പ്രാർത്ഥന സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കലവൂർ എന്നൊരു സ്ഥലത്ത് നിന്ന് ഞാൻ ഇരിക്കുന്ന പള്ളിയിലേക്ക് ഒരു വയസ്സനായൊരു മനുഷ്യൻ വന്നു. ബ്രദർ ഫ്രാൻസിസ്. കുഞ്ഞുനാളിൽ വീട്ടിൽ നിന്ന് പോകുന്നതാണ് കർത്താവിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടി. അൽമേനാണ് അദ്ദേഹം. ഒറ്റയ്ക്ക് പോയി 3 പള്ളി സ്ഥാപിച്ച ആളാണ്. ഞാൻ അപ്പം അതായത് നമ്മൾക്ക് ഈ കരിസ്മാറ്റിസം വരുന്നതിന് മുമ്പ് സഭയെ എങ്ങനെയാണ് ദൈവം നയിച്ചതെന്ന് വെച്ചാൽ ഇതുപോലുള്ള അൽമേയ പ്രേക്ഷിതരൊക്കെ ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പള്ളിയാണ് ഇന്ന് തുമ്പോളി കപ്പുച്ചൻ ആശ്രമം ചെയ്തിരിക്കുന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ നമ്മുടെ കൃപാസനം ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്ഥലങ്ങളാണ്. അദ്ദേഹം ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി പിതാവിൻ്റെ അനുവാദം മേടിച്ചിട്ട് ശുശ്രൂഷ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് കിട്ടിയ സംഭാവനയെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞ്, അച്ഛൻ ഇപ്പോൾ സ്ഥലം തിരക്ക് നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. അച്ഛൻ്റെ ഒരു 17 സെൻറ്റ് സ്ഥലം ഞാൻ നാഷണൽ ഹൈവേയിൽ തരാം. നാഷണൽ ഹൈവേയുടെ തൊട്ട് ചേർന്ന് നാഷണൽ ഹൈവേയിൽ അരികത്ത്. ബാക്കി ഒരു 14 സെൻറ്റ് സ്ഥലമുണ്ട്, അത് അച്ഛൻ വിലക്കെടുക്കണം. അപ്പോൾ ഞാൻ ചുറ്റിപ്പോയി. 14 സെൻറ്റ് 3 സെൻറ്റ് സ്ഥലത്ത് കാശിലായിരിക്കണേ ഞാനല്ലേ. അപ്പോൾ ഞാൻ അപ്പം അതിന് ബ്രദർ ഫ്രാൻസിൻ്റെ പേര്. ബ്രദർ ഫ്രാൻസ് അതിന് എത്ര രൂപ വേണ്ടി വരും? അപ്പോൾ അച്ഛൻ പറ. ഞാൻ പറഞ്ഞു അപ്പോൾ അന്നത്തെ വിലയാണ് 97. 14 സെൻറ്റ് സ്ഥലം. ഞാൻ പറഞ്ഞു 1,40,000 രൂപ. പൈസ ഉണ്ടായിട്ടില്ല. അപ്പോൾ എവിടെ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയാം. പിന്നീട് പതുക്കെ മേടിച്ച് കൊടുത്തത്. അതൊക്കെ ബന്ധമുണ്ടല്ലോ. അപ്പോൾ ഞാനത് ആ സ്ഥലം ആ 97 തന്നെ രജിസ്റ്ററായി. ആ ബ്രദറിൻ്റെ സ്ഥലവും ഇവിടുത്തെ 14 സെൻറ്റ് സ്ഥലം വിലക്ക് തന്ന് 17 സെൻറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്തു. ഇത് മാതാവ് കൊണ്ടുവന്നതൊരു പ്രത്യേക രീതിയിലാണ് കൊണ്ടുവന്നത്. എനിക്കുള്ളത് ദൈവത്തോട് ഹറിബറി ആകാതിരിക്കണം നല്ലതെന്ന് തോന്നണം. കാരണം ദൈവത്തിന് നമ്മളെക്കാൾ പെർഫെക്റ്റ് സൊല്യൂഷൻസ് ഉണ്ട്. ചില കാര്യങ്ങൾ കർത്താവ് കാലകുത്ത് നിന്ന് പ്രാർത്ഥിച്ച് തരാത്തതിൻ്റെ കാരണം കർത്താവിന് വേറെ അതിനേക്കാൾ ശ്രേഷ്ഠമായ ലക്ഷ്യമുണ്ടാകും. പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ പ്രെയർ ചെയ്ത് കുറേ അലഞ്ഞെങ്കിലും ഉത്തരം വരുമ്പോൾ ലൈറ്റ്നിങ് ആയിട്ടാണ് വരുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും സെറ്റ് ചെയ്ത് വെച്ചാണ് ഇമ്മീഡിയറ്റ് ഉത്തരം വന്നത്. പെർഫെക്റ്റ് ഉത്തരമായിരിക്കും. പെർഫെക്റ്റ്. അയ്യോ